വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ഇതെന്ത് പ്രോഡക്റ്റാണ് നിങ്ങൾ മേടിക്കുന്നത്? എന്റെ റിഫൈൻഡ് പാമോയിൽ വാങ്ങിച്ചിട്ട് ആ കവർ അതിനകത്ത് കൂടിയിട്ട് പൊരിപ്പ് വേണം ഉണ്ടാക്കും അല്ലേ? മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തുന്ന പ്രവൃത്തിയെന്ന് പറയേണ്ടി വരും. കാര്യം കൊല്ലം നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ എണ്ണപ്പലഹാരങ്ങൾ തയ്യാറാക്കി വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി ആ സ്ഥാപനം പൂട്ടിയിട്ടുണ്ട്. എന്താ നമ്മളിവിടെ കണ്ടെത്തിയത്? പ്ലാസ്റ്റിക് ഉരുക്കി ഉഴുന്നുവട, പഴംപൊരി പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർക്കുന്നു. ഈ തിളച്ച എണ്ണയിലേക്ക് ഇത് ഉരുക്കി ചേർക്കുന്നു. അപ്പോൾ ഉരുകി ചേർത്ത ഭാഗവും ഇതിൻ്റെ എല്ലാം കൂടെ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ സാധനങ്ങൾ മുഴുവൻ പിടിച്ചെടുത്തു. കട ക്ലോസ് ചെയ്യാൻ അനധികൃതമായിട്ടാണ് കട പ്രവർത്തിച്ചു വരുന്നത്. ലൈസൻസ് പോലും എടുത്തിട്ടില്ല, ഹെൽത്ത് കാർഡില്ല, വാട്ടർ സാമ്പിൾ ഒന്നും വാട്ടർ സാമ്പിളിൻ്റെ റിപ്പോർട്ടുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടും വിശ്വസനീയമല്ല. കാരണം ഇത് ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച ഇവിടെ സംഭവിച്ച സ്ഥിതിക്ക് വീഴ്ച എന്ന് പറയാൻ പറ്റത്തില്ല, ബോധപൂർവ്വം നടത്തിയ ശ്രമമെന്നേ പറയാൻ പറ്റൂ. കാരണം അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയത്. മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലക്കുക പറയേണ്ടി വരും. അത് ലോകത്ത് മനുഷ്യർ മാത്രമേ ഉള്ളൂ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം ചെയ്യുന്നത്. അത് ഇവിടെ നേരിട്ട് കണ്ടു സംഭവമാണ്. കട പൂട്ടി, ക്ലോസ് ചെയ്തു. ഇനി നടപടിയായിട്ട് മുമ്പോട്ട് പോകും. പ്രോസിക്യൂഷൻ അടക്കമുള്ള നടപടി നേരിടേണ്ടി വരും. അനധികൃതമായിട്ട് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചതിന് വേറെ നടപടിയും പിഴ എടുക്കുന്നതിനുള്ള ശിക്ഷാ നടപടികളും പ്രോസിക്യൂഷൻ അടക്കമുള്ള നടപടികളും. ക്യാൻസർ അടക്കമല്ല, ക്യാൻസർ ഉണ്ടാവും. ഇത് കാരണം നമുക്ക് ഭക്ഷണത്തിനകത്ത് എണ്ണയ്ക്കകത്ത് പ്ലാസ്റ്റിക് ഉരുക്കി ചേർക്കാന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന കാര്യമല്ല. ഇത് ഒന്നും അറിഞ്ഞുകൂടാത്ത കുഞ്ഞുങ്ങൾ വരെ കഴിക്കുന്നതാണ്. മാത്രമല്ല ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത് റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോകുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. നാട്ടുകാരാണോ പാചകക്കാർ, അത് പുറത്തുനിന്നുള്ള ആൾക്കാരായിരുന്നു? ഇത് അന്യസംസ്ഥാന തൊഴിലാളികൾ, അവർക്ക് ഹെൽത്ത് കാർഡ് പോലും ഇല്ലായിരുന്നു. അപ്പോൾ അതും ഇപ്പം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അവരുടെ ആധാർ കാർഡും മാറ്റി നിയമ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ മറ്റുള്ള കടകളിലേക്ക് നമ്മൾ പരിശോധന വ്യാപിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വ്യാപിപ്പിക്കണമല്ലോ ഈ സാഹചര്യത്തിൽ. വലിയ ഗുരുതരമായിട്ടുള്ള ഒരു നടപടിയാണ് ഈ കട ഉടമയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ തൊഴിലാളികളെ കൊണ്ട് ചെയ്യിച്ചതെന്ന് പറയേണ്ടി വരും. കാര്യം നമ്മളൊക്കെ മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണത്തിലാണ് ഇത്തരത്തിൽ വിഷം കലർത്തിയത്. പ്ലാസ്റ്റിക് പുറത്തുപോലും ഇടരുത് എന്ന് നിരന്തരം സർക്കാർ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുമ്പോഴാണ് പ്ലാസ്റ്റിക് എണ്ണയിൽ ഉരുക്കി ഒഴിച്ചുകൊണ്ട് ഭക്ഷണങ്ങൾ പാചകം ചെയ്യുന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ക്യാമറമാൻ ഷാനോസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. ഇത് കൊല്ലത്ത് ഒരു തട്ടുകട നടന്നൊരു സംഭവമാണിത്. തട്ടുകട നടക്കുന്ന സ്ഥലങ്ങളിൽ ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. കഴിഞ്ഞ ദിവസങ്ങളിൽ മസാലദോശ കഴിച്ചൊരു കുട്ടി ഭക്ഷ്യ വിഷബാധയായിട്ടിട്ട് മരിച്ച്, ഷവർമ്മ കഴിച്ചത് മരിച്ച്. ഇപ്പം കണ്ടില്ലേ, ഇവർ ഫുഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചിപ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ പക്കവട പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് കളർ കിട്ടാൻ വേണ്ടി യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് ചേർക്കുന്നു. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ പ്ലാസ്റ്റിക് ബാഗ് ചേർത്തത്. അത് എണ്ണക്ക് കൊഴുപ്പ് കിട്ടാനും അല്ലെങ്കിൽ അത് ഉരുകി ചേരുമ്പോൾ എണ്ണയുടെ പകരമായിട്ട് കുറച്ചും കൂടി എണ്ണ ലാഭിക്കാം എന്നുള്ളത് കൊണ്ടാണ്. ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കാതിരിക്കുക. മാരകമായ ക്യാൻസറാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്. ആരോഗ്യവകുപ്പ് വളരെ പ്രത്യേകിച്ച് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് പ്ലാസ്റ്റിക് സാധനങ്ങളായിട്ടുള്ള ഉപയോഗം കുറയ്ക്കാൻ. ഈ കവറൊക്കെ അത് ഉപയോഗിക്കാൻ പറയേണ്ട നമ്മുടെ ആരോഗ്യവകുപ്പ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സൂക്ഷിക്കാതിരിക്കേണ്ട. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. വീണ്ടൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഹായ്.